എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജേഷ്. ഇന്ന് നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 39ാമത്തെ ദിവസവും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ശേഷം രണ്ടാമത്തെ ആഴ്ച മുതൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന രീതിയാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് 8x16 എന്നുള്ള രീതിയാണ്. അതായത് 8 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കും, 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യും. ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം മാത്രമേ കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ ഞാൻ ഒരു 8 മണിക്കൂർ എന്നുള്ളത് സെലക്ട് ചെയ്തത് രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മണിക്ക് ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കുന്ന രീതിയിലാണ്. ഈ ഒരു ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് കാരണം എനിക്ക് ഒത്തിരി അധികം ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഒഴിവായി എന്നുള്ളത്. അതായത് ഡയറ്റിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ സ്ലീപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങിയ ശേഷം എനിക്ക് നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഡിസ്റ്റർബ്ഡ് അല്ല, രാത്രി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ അറിയുന്നുള്ളൂ. അപ്പോൾ അത്രയും നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് എനിക്ക് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങിയ ശേഷം കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നീടുള്ളത് എൻ്റെ അബ്ഡോമിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ സോൾവ് ആയി എന്നുള്ളതാണ്. ഇടയ്ക്ക് ബ്ലോട്ടിങ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, വയറ് വീർപ്പുണ്ടാവും, ദഹന സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. എന്നാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങിയ ശേഷം എനിക്ക് ശരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടി. ഇതുവരെ എനിക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ഒരുപക്ഷെ നമ്മൾ ഭക്ഷണം ഒത്തിരി കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതുകൊണ്ടായിരിക്കും. ഈ ദഹനമൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനൊരു സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു ലൈറ്റ് ഫീലാണ് നമുക്ക് വയറിന് എപ്പോഴും ഉള്ളത്. നമ്മൾ വയറ് ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ള ഒരു എനർജി ലോസ് ആണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കാരണം ആ ഒരു പ്രോബ്ലം ഒഴിവായി കിട്ടി. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ എനിക്ക് കിട്ടിയതുകൊണ്ടായിരിക്കും 5x19 എന്നുള്ള ഒരു കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതിയിലേക്ക് പോകാനായിട്ട് എനിക്കൊരു പ്രേരണ തന്നത്. അത് മാത്രമല്ല, സാഹചര്യം കൂടി അതിനൊരു സപ്പോർട്ട് തന്നു. ജോലി സംബന്ധമായിട്ട് ഒരു 6 ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യം വന്നു. അവിടുത്തെ ഒരു ഫുഡ് ടൈമിംഗ് പ്രകാരം എനിക്ക് എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആലോചിച്ചു എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്രയധികം നമ്മൾ വെയിറ്റ് കുറച്ച് വരുമ്പോൾ പെട്ടെന്ന് അത് ലൂസ് ചെയ്യാൻ നമ്മളെ മനസ്സൊരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു രീതി, അതായത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അടുത്ത രീതി എന്ന് പറയുന്നത് 4:20 എന്നുള്ള രീതിയാണ്. 4 മണിക്കൂർ ഭക്ഷണം കഴിക്കുക, 20 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക. പക്ഷേ അവിടുത്തെ ഫുഡ് ടൈമിംഗ് അഗെയിൻ അതിന് പ്രശ്നമായിരുന്നു. പിന്നെ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് 5 മണിക്കൂർ ഭക്ഷണം കഴിക്കുക, 19 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതി സെലക്ട് ചെയ്തത്. ഇത് സെലക്ട് ചെയ്തപ്പോഴും എനിക്ക് ഒരുപാട് ആശങ്കകളായിരുന്നു. കാരണം ഇതിനിടയിൽ നമുക്ക് ക്ഷീണം വരാം, BP കുറയാം, അല്ലെങ്കിൽ ഷുഗർ കുറയാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്തായാലും എന്ത് നെഗറ്റീവായിട്ട് സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ അവിടെ വെച്ച് എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യും എന്ന് തന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. പക്ഷേ സർപ്രൈസിംഗ്ലി നമ്മൾ ഈ ഒരു 6 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ എനർജിയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ക്ഷീണമൊന്നും ഫീൽ ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, നല്ല എനർജി ഫീൽ ചെയ്തു എന്നുള്ളത് കൂടിയാണ്. വിശപ്പ് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ടാകുമ്പോഴേക്കും വിശക്കുമെന്ന്. പക്ഷേ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, വിശപ്പ് ഉണ്ടായിരുന്നില്ല, അമിതമായിട്ടുള്ള ക്ഷീണമോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. അതേസമയം രാത്രി വരെ നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കാനും പറ്റി. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ 6 ദിവസവും ഈ ഫാസ്റ്റിംഗ് സമയത്ത് നല്ല രീതിയിൽ ഞാൻ വെള്ളം കുടിച്ചു എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെടാതെ പോയത്. വെള്ളം കൂടി കുടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നേനെ. പക്ഷേ ഈ സമയത്ത് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് പറയാം, ഹെൽത്തി ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതി ഫോളോ ചെയ്യാം എന്നുള്ളത്. എന്നാൽ നോർമലായിട്ട് ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഈ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതിയിലേക്ക് വരരുത്. പകരം അവർ ആദ്യം 12:12 എന്നുള്ള രീതിയിലേക്ക് ആദ്യം വരിക. അതായത് 12 മണിക്കൂർ ഭക്ഷണം കഴിക്കുക, 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ചും കൂടി ഒന്ന് 10:40 എന്നുള്ള രീതിയിലേക്ക് വരിക. 10 മണിക്കൂർ ഭക്ഷണം കഴിക്കുക, 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 8:16 എന്നുള്ള രീതിയിലേക്ക് വരിക. 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുക, 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക. അതും കഴിഞ്ഞിട്ട് വേണം ഈ പറഞ്ഞിട്ടുള്ള 4:20 എന്നുള്ള രീതിയിലേക്ക് വരാൻ. 4 മണിക്കൂർ ഭക്ഷണം കഴിക്കുക, 20 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക എന്നുള്ള രീതി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറ്റുന്ന ആളുകളൊക്കെ ചെയ്ത് നോക്കുക. അതേപോലെ ഞാൻ വളരെ ഷോർട്ട് ടേമിലേക്ക് മാത്രമേ ഇത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ലോങ് ടേമിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം ചെയ്യുക. കാരണം ലോങ് ടേമിൽ ചിലപ്പം ഇതിനേക്കാട്ടും ബുദ്ധിമുട്ടുള്ള പല എഫക്റ്റുകളും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവാം. അതെനിക്കറിയില്ല. ഞാൻ ഷോർട്ട് ടേം ചെയ്തതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ ഒരു 7 days 6 to 7 days ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അത്രമാത്രമേ ഉള്ളൂ.
സോ ഇത്രയൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം. രാവിലെ എഴുന്നേറ്റു 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു. ഇന്ന് എക്സസൈസ് ഒന്നും ചെയ്തില്ല. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് 2 പത്തിരിയും ഗ്രീൻ പീസ് കറിയുമാണ്. ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്നാണ് കഴിച്ചത്. ചോറും എരിശ്ശേരിയും സോയാ റോസ്റ്റും ഒരു പപ്പടവും കഴിച്ചു. രാത്രി 7 മണിയായപ്പോൾ കായയും വൻപയറും ചേർത്തുണ്ടാക്കിയ പുഴുക്കും ബീൻസ് ഉപ്പേരിയും കഴിച്ചു. ഇന്ന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും എടുത്തില്ല. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.